ഇമ്മതാ ഞാൻ വന്നപ്പോ തേങ്ങ വെട്ടിനെ പൊങ്ങി എടുത്തേച്ചു കേട്ടോ. എന്തോ സ്നേഹമുള്ള ഉമ്മ. അപ്പോൾ ഉപ്പ ഇന്ന് നൈറ്റിൽ വരും കേട്ടോ. 6 മണിക്കേറ്റ് വരും. അപ്പോൾ ഇവിടെ ഫുള്ള് അലങ്കോലമായി കിടക്കുക. അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ക്ലീനിങ്ങിന് പോവുകയാണ്. കാരണം ഇവിടെ 2 അനിയന്മാർ മാത്രമല്ലേ. അപ്പോൾ അവർ നമ്മളെ മാതിരി എന്തായാലും ക്ലീനൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയല്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം കണ്ടില്ല. ഇവിടെയൊക്കെ എൻ്റെ അനിയൻ്റെ പരിപാടിയാണ് ഇവിടെയൊക്കെ ചെയ്ത് കൂട്ടിയത്. അപ്പോൾ എന്തായാലും ഈ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഈ റൂമിലായിരിക്കും പപ്പ കിടക്കുക. അപ്പോൾ ഇവിടെ ആണ് അവരെ റൂം. ഇതാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം. ആകെ വൃത്തികേടായിട്ടുണ്ട്. കാരണം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇവിടുന്ന് ഒന്ന് വൃത്തിയാക്കി നമുക്ക് റൂം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലാണ് ക്ലീനിങ് ഒക്കെ നടക്കുന്നത് കേട്ടോ. കാരണം ഉപ്പ വരികയല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ വീടും ഇക്കാൻ്റെ വീടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ഏകദേശം അടുത്താണ് കേട്ടോ. ഞങ്ങളെ പഞ്ചായത്തും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ലവ് മാരേജ് ആണോ എന്നൊക്കെ. അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു Q&A ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ആൾക്കാർ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനായിട്ട് ഒരു Q&A ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അടിയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം അതാത് സ്ഥലത്ത് കൊണ്ടുവെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എല്ലാം പൊടി പിടിച്ചെടുക്കുകയാണ്. കാരണം 2 അനിയന്മാർ മാത്രമല്ല ഈ വീട്ടിലുള്ളൂ. അപ്പോൾ അവർ എന്തായാലും അവരെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക, അല്ലാതെ ഇങ്ങനത്തെ പണികളൊന്നും അവരെടുക്കില്ലല്ലോ. അപ്പം അകത്തൊക്കെ നല്ല പൊടിയും ചെളിയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കണ്ട. കാരണം അവർ ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നൈറ്റിലാണ് വരിക. അപ്പം ഇനി എനിക്ക് വെള്ളേരി പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പം അങ്ങനത്തെ പരിപാടികളുണ്ട്. ഇക്ക അതുപോലെ തന്നെ ഉമ്മ എല്ലാവരും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് സംഭവങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മളെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്നായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം കുറേ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ വീട് എവിടെ, അരീക്കോട് എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ വീട് വരുന്നത് അരീക്കോടാണ് കേട്ടോ. അരീക്കോട് കാരിപ്പറമ്പാണ് എൻ്റെ വീട്. ഇക്കാൻ്റെ വീട് വരുന്നത് വെള്ളേരിയാണ്. വലിയ മാറ്റമൊന്നുമില്ല ഞങ്ങൾ 2 പേരുടെ വീടും. അപ്പോൾ ഏകദേശം മുറ്റത്തൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അകത്തതും അതുപോലെ തന്നെ ഏകദേശം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കുറച്ചുകൂടി എൻ്റെ അകത്തത്തെ പൊടിയൊക്കെ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നോക്കാം. കാരണം ഇതെല്ലാം നമ്മളെ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് അല്ലേ. അപ്പം ഞാനിത് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂറോ അരമണിക്കൂറോ ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിച്ചിട്ടുണ്ട്. അത്രയും ഫാസ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം അവർ വരുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ദിവസം കൂടി പിടിക്കുന്നതാണ്. 2 ദിവസം കൂടി അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടിയിരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഞാൻ മഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് നിൽക്കേനെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് പറഞ്ഞിങ്ങോട്ട് വരികയെന്ന്. അപ്പം ഞാൻ പിന്നെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. കാരണം ഗ്യാസിലൊക്കെ ഇവർ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആകെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഉമ്മാക്ക് സുഖമാണ്, ഞാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇനി എല്ലാവരും ഉണ്ടാവും കേട്ടോ. നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടുള്ള വീഡിയോ തന്നെയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഇക്ക കൂടുതൽ വരാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഇക്കക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ആൾക്ക് കുറച്ചൊരു ചമ്മലും മടിയൊക്കെ ഉണ്ട്. കാരണം ഫസ്റ്റ് എയ്ഡ് അല്ലേ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു വലിയൊരു സ്റ്റോറിയൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ ഒരു വ്ളോഗാക്കി ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ എത്തിയെന്നൊക്കെ ഞാൻ പറയാം. കാരണം എൻ്റെ 2-3 വർഷം മുന്നേ ഞാൻ എന്തായിരുന്നു, ഇപ്പം ഞാൻ എവിടെ എത്തി എന്നുള്ള ഒരു ഇതൊക്കെ. കാരണം ഇത്രയും എന്നെ ചേഞ്ച് ആക്കി എടുത്തത് എൻ്റെ ഇക്ക തന്നെയാണ് കേട്ടോ. എൻ്റെ ഇക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ആൾ സ്ക്രീനിലൊന്നും വല്ലാതെ വരില്ല എന്നുണ്ടെങ്കിലും എല്ലാത്തിനും അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഫാമിലി സപ്പോർട്ടാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് വേണ്ടിയിട്ട്. ഏതൊരു സ്ത്രീകൾക്കും പലതരത്തിലുള്ള
എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ പല ആളുകളും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് അവരെ സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കാറില്ലേ. പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സംഭവം ഇതിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കാനുണ്ട്. അനിയന്മാരതെല്ലാം ഇവിടെ പാൻറ്റൊക്കെ അയച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം വാഷിംഗ് മെഷീൻ പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഓണാക്കി ഓയിലൊക്കെ ഒഴിച്ചിട്ട് വിട്ടാൽ മതി. അത് അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഓഫ് ആയിക്കോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു വീഡിയോസ് നമ്മൾ ഫാമിലി വ്ളോഗ് ഇടൽ തുടങ്ങിയാൽ തന്നെ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. കമൻറ്റ് മീൻസ് അയൽവാസികളിൽ നിന്നും റിലേറ്റീവിൽ നിന്നൊക്കെ ചില ആളുകളൊക്കെ പറയും, എന്തിനാണ് നിങ്ങൾ അടുക്കളയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് അല്ലേ. അപ്പോൾ ചില ആളുകൾക്കുണ്ട് അവർക്ക് കിട്ടാത്ത സന്തോഷങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത എൻജോയ്മെൻറ്റ് മറ്റുള്ളവർക്ക് കിട്ടരുതെന്ന് വിചാരിക്കുന്ന ആളുകൾ കുറേ പേര് നമ്മൾ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഈ ചെയ്യുന്നത് എൻ്റെ ഒരു ഫാഷനാണ്. എൻ്റെ ഫാഷന് വേണമെങ്കിൽ എൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. എൻ്റെ ഇക്ക ഫുൾ സപ്പോർട്ടാണ്, ഇക്കാൻ്റെ ഫാമിലി ആയാലും സപ്പോർട്ടാണ്. പിന്നെ മറ്റുള്ളവരെ കാര്യം നോക്കിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മെയിനായിട്ട് വേണ്ടവരെ സപ്പോർട്ടൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടുത്തെ വീടിൻ്റെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണായാലും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഡൈനിങ് ഹാളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കാണാം അല്ലേ. ക്ലീൻ ചെയ്ത് ഞാനൊരു ഇതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഫുൾ മാനേജ് ചെയ്യണം. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അവർ 6 മണിക്കേ വരുള്ളൂ. അപ്പോൾ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. കാരണം ഉപ്പാക്ക് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്തതാണ് റൂംസൊക്കെ. അപ്പോൾ ഇവിടെ താഴെ 2 റൂമും മുകളിൽ 2 റൂമാണുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഉപ്പയമ്മയൊക്കെ കിടക്കൽ. അപ്പോൾ അവിടെ എൻ്റെ ചെറിയ ബ്രദർ മുകളിൽ എൻ്റെ റൂമായിരുന്നു. ഇപ്പോൾ ഞാൻ കയറലില്ല, ഞാൻ എൻ്റെ ചെറിയ ബ്രദറിൻ്റെ അടുത്താണ് കിടക്കൽ. എന്താ മകളെ കയ്യിൽ എന്താ എൻ്റെ ഫേവറേറ്റ് സാധനമാണല്ലോ. ഇതന്നെ കിട്ടിയ ഫേവറേറ്റ് നൊണച്ചായി. ഞാൻ പറഞ്ഞില്ല അതിന് പൊങ്ങുണ്ടാവില്ല, മറ്റൊക്കെ വേറെ വെള്ളമായിനി. അപ്പോൾ ഇമ്മതാ ഞാൻ വന്നപ്പോൾ തേങ്ങ വെട്ടിനെ പൊങ്ങി എടുത്തേച്ചാണ് കേട്ടോ. എന്തോ സ്നേഹമുള്ള ഉമ്മ. പൊങ്ങില്ല ശരിക്കും പറഞ്ഞിട്ട് വരില്ല. ഞാൻ വന്ന നിങ്ങളെ മകൻ തന്നെയാണ് അങ്ങനെ ഒരു മട്ട. ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുള്ളൂ കേട്ടോ. വീട്ടിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കണം. അപ്പം ഉമ്മ അതാ പൊങ്ങൊക്കെ കൊണ്ടു തന്ന കേട്ടോ. പൊങ്ങൊക്കെ ചളി പുളിയായത് ഒന്ന് എത്ര തേങ്ങ ഉണ്ടായിരുന്ന എണ്ണയില്ല. അതാ അത് അതിൽ ആ പൈറ്റത്തെ കേക്കിയതാ മോള് മുഴുവൻ കേക്ക്. അപ്പം ഇതിൻ്റെ ഒപ്പം ചോട്ടില്ല. എന്താ ഇവിടെ പരിപാടി എന്നിട്ട്? പന്നിക്ക് ഇന്ന് നേരത്തെ വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പം വന്ന് നോക്കിയപ്പോൾ അവിടെ ആളാണില്ല. ഞാനിങ്ങനെ തോട്ടത്തേക്ക് വന്ന് നോക്കി, എന്താ ഇവിടെ പരിപാടി കാണണല്ലോ. ഇത് എന്താ ഇത്? തെങ്ങിൻ തയ്യോ? അല്ല തെങ്ങിൻ തൈ. അപ്പം ഇനി എന്തായാലും തേങ്ങയൊന്നും വാങ്ങേണ്ടി വരില്ലല്ലോ. പെട്ടെന്ന് കഴിക്കണതാ ഇക്ക? ഉണ്ടല്ലോ. എത്ര വെച്ചേ? ഗൈസ് ഉടായ്പ മാത്രമേ ഉള്ളൂ. നമ്മളെടുക്കണം ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ ഇന്നൊരു പണി കൊടുക്കുക. ഒക്കെ അമർത്തി അടിച്ച് താത്തി കൊടു. അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ ഒരു പണിക്കാരൻ എത്തിയിട്ടുണ്ട്. പണിക്കാരെത്തി ഉഷാറാണ്. 250 രൂപ കൂലി കൊടുക്കാം. ഒരു ബംഗാളി പണിക്കത്തിന് ഗൈസ്, ഒരു ബംഗാളി പണിക്കത്തിന് ഞാനവിടെ തടട്ടുണ്ടാക്കി. പൊടി ഉണ്ടാക്കണം നമുക്ക്. പൊടി ഉണ്ടാക്കാൻ കൊണ്ടുപോകാൻ പോവാം. പൊടി ഉണ്ടോന്ന് എങ്ങനെ അറിയാ? ഇങ്ങനെ തന്നെയല്ലേ, ഇതന്നെയല്ലോ പൊടി. എനിക്കറിയില്ല. ഇനി ഇവിടെ വെക്കാനുള്ളക്കാ രാവിലെ പണിക്കാർ നട്ടുപോയത്. ഇന്ന് രാവിലെ ഇവിടെ പണിക്കാരുണ്ടായിരുന്നല്ലോ അല്ലേ. ഞാനേ രാവിലെ കൂട്ടാനൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ പോയിനി. അപ്പോൾ അല്ല, ഇവിടെ പണിക്കാർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് പോയത്. ഞാൻ മറന്നത്.
ഇന്നെത്ര 5 ഇത് കുത്തിയതാ? 5 കഴിച്ചു. നല്ല പന്നീൻ്റെ ശല്യമുള്ള ഏരിയ കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ കുറ്റിയൊക്കെ ഇതാക്കി കൊടുത്തിക്കതാ ഷീറ്റൊക്കെ വെച്ച് മറക്കുന്നുണ്ട് കേട്ടോ. പന്നി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ഇങ്ങനെ വെച്ചാൽ പന്നി ഇത് കുത്തൂലേക്കൂലേ? ഈ വൈറ്റ് കണ്ടോടും. നമുക്കിന്നാ ഇവിടെ നമുക്കിവിടെ ഒരു സായിപ്പിനെ വെച്ചാൽ പോരെ? അത് പറ്റൂലേ? വൈറ്റ് കണ്ടോ? ഒരു വൈറ്റ് അല്ലേ? 2021 ഡിസംബർ ലാസ്റ്റത്തെ ചളിപ്പോ വന്നിട്ടാ. ആടാ ഇക്കൊല്ലം കഴിഞ്ഞു തുടങ്ങിയില്ലേ? അപ്പൊ പുതിയ തീരുമാനങ്ങളൊക്കെ എന്താ? തീരുമാനങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. ഓരോ വർഷം കൂടുമ്പോൾ ഓരോ തീരുമാനങ്ങളും ഓരോ ഇതും വേണ്ടക്ക. തീരുമാനങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ജനുവരി 1 എന്താണ്? ജനുവരി 2, 3 ആകുമ്പോ പഴയ പടി തന്നെ ആവും. എടാ വെറുതെ തീരുമാനം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും ജനുവരി 1 മുതൽ നമ്മളെ വീഡിയോയില് കട്ടക്ക് ഉണ്ടാവില്ലേ? നോക്കാം. ചേച്ചി അങ്ങനെ പറയല്ലേ. അയ്യോ ആരും അറിയില്ല. ഞാൻ എന്ത് ചളിയൊക്കെ വാരി വീഴ്ത്തല്. ഞാനും എൻ്റെ ഉമ്മയും ഭയങ്കര ഇതിലിങ്ങനെ പോകുന്നുണ്ട്. ചെക്കിക്കത്തെ ശങ്കരൻ എൻ്റെ അസൂയുണ്ടോ? അപ്പോൾ മീൻകറി ഉണ്ട്, അതിലേക്ക് തേങ്ങ അരക്കും. പിന്നെ അതുപോലെ തന്നെ കഞ്ഞിയും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കൊണ്ട് പപ്പൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഉമ്മ ഇവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ശരിയാക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഉമ്മമാനെ സഹായിക്കണ ഒരു മോനിതാ പത്തിരിയൊക്കെ പരത്തി കൊടുക്കുക. എന്തൊരു നല്ല കുട്ടി, കയ്യിന് പറ്റിക്കണ്ട കേട്ടോ. പത്തിരി പ്രസ് എടുത്തിട്ട് ഇവിടെ വീട്ടിന്റെ ഹെൽപ്പർ ഇതാട്ടോ. അതായിട്ട് ചപ്പാത്തി ഇതാ പരത്തുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ഉപ്പ എന്താ ഡിസ്ചാർജ് ആയി വരില്ല. അപ്പോൾ ഉപ്പാക്ക് ഫുഡ് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയിരുന്ന മീൻകറിയായിരുന്നു ഉമ്മ. ഇവിടെ ആരും ഞങ്ങളെല്ലാവരും പുറത്തും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് പാർന്നതാണ് കേട്ടോ. എത്ര ഹോട്ടലിൽ നിന്ന് വാങ്ങാനായിട്ട് ഉമ്മ അറിയാം ഞാൻ ഉണ്ടാക്കുക, നീ ഹെൽപ്പ് ചെയ്താൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാം കേട്ടോ. കാരണം ഉമ്മാക്ക് ആർക്കെങ്കിലും കൊടുക്കുക വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ല ഉമ്മ വരുന്ന ഗസ്റ്റിനായാലും അധികം നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങിക്കല്ലോ. ഉമ്മൻ അപ്പം തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കല അല്ലേ? ഇതേമാതിരി എന്ത് തരാ അത് മതിട്ടോ മോനെ. ഇമ്മമാനെ ഹെൽപ്പ് ചെയ്തത് എന്ത് തുള്ളി? അത് ബോൾസ് ആക്കലാണ്. നമ്മളെ കറി തൂക്കത്തിട്ട് അതുപോലെ തന്നെ ഉമ്മ ചപ്പാത്തി ഒരു കവറിലും ആക്കി തന്നിട്ടുണ്ട്. ഇനിയുള്ളത് കഞ്ഞിയാണ്. അതൊരു കത്തത്തിലൂടെ ആക്കി കൊണ്ടുപോവാണ്. കാരണം പപ്പ കഞ്ഞി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോകും. കറി ഹിന്ദുങ്ങൾ എന്തൊക്കാ ഓരോ എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ ഇടണം ഇവിടെ. പിന്നെ ഞാൻ ഈ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വന്നതാണ്. ചാടിക്കുക അതാ ഉമ്മതാ ചപ്പാത്തിൻ്റെ ഒക്കെ കൊടുത്തയച്ചു. കഴിച്ചോ? എന്റെ ഫേവറേറ്റ് ഉമ്മ മീൻകറിയാണ്. ചൂടുണ്ടാവും, ഉണ്ടാക്കി കൊണ്ടുവന്ന കഴിച്ചോ. അല്ല ഇത് കഷ്ണുണ്ടോ? അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടാവും. ബെഡ്ഷീറ്റ്, പുതപ്പ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോകല്ലോ അല്ലേ? അതെല്ലാം നമ്മൾ കാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. കാരണം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോയതുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മൾ കൊണ്ടുവരുമല്ലോ, അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെസ്മി വ്ളോഗിൽ ഒരുപാട് വെറൈറ്റി ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.